ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് മാസ്റ്റേഴ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഫോട്ടോ നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു കുട്ടീന്റെ മുഖത്ത് ഇങ്ങനെ പുലിന്റെ ഒരു കടുവേന്റെ ഒരു ടെക്സ്ചർ വന്നതായിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ണൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കടുവേന്റെ മുഖത്തിന്റെ രീതിയിലുള്ള ഒരു ടെക്സ്ചർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ കുട്ടിയുടെ കൈയൊക്കെ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു കൈ മടക്കിയിട്ടും ഒരു കൈ ഇതാക്കിയിട്ടും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കടുവേന്റെ ടെക്സ്ചർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് ചെയ്തിട്ട് എന്റെ മുഖത്തേക്ക് അതേപോലെ ആക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഫോട്ടോ എനിക്ക് അഡോബി ഫോട്ടോഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോവാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പിക്ക് എടുത്ത് വെക്കുക. അപ്പൊ ആ പിക്ക് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഞാനിപ്പോ എക്സ്പോഷർ ഒക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് സൈഡ് ലേശം ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ ഒക്കെ കൂട്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കൈയിലേക്ക് ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്ചർ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഈ കൈയിലേക്ക് മാത്രമാണ് നമ്മൾക്ക് ടെക്സ്ചർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് തന്നെ നിങ്ങൾ ആ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കണം. സോ അതിനായിട്ട് തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കൈ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ആ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയാ, ഇതായി വന്ന രീതിയിൽ ഉള്ള ഏരിയകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ മൈനസ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചില ഏരിയാസിലൊക്കെ കൂടി വന്നിട്ടുണ്ടാവും. ആ ഏരിയാസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. കണ്ടോ, അതുപോലെ റെഡിയാക്കി സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഇപ്പൊ നമ്മളുടെ സെലക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൈ മാത്രമായിട്ട് എന്താ പറയാ നമ്മള് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു കൈ മാത്രമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെയർ വിയ കട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലെയർ വിയ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇത് മാത്രം കട്ടായി കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ആ ലെയർ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ആ ഒരു കൈയിന്റെ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് കട്ടായി കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതില് എന്താ പറയാ, എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മായ്ക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു മായ്ക്കുന്ന ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മായ്ക്കാവുന്നതാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മായ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയാണ് നമ്മുടെ ആ പുലിയുടെ ആ ടെക്സ്ചർ കൊടുക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ പോയി അടിക്കുക. എന്താ പറയാ, ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അടിക്കുക ടൈഗർ ഫേസ് എന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും. ടൈഗർ ഫേസ് ടെക്സ്ചർ, ടൈഗർ ഫേസ് എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതായിരിക്കും. അങ്ങനെ കുറെ സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താ പറയുക കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുലിയുടെ ആ ഒരു ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ ആ ഒരു പുലിയുടെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുലിയുടെ ഇമേജ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ആ ഒരു പുലിയുടെ ആ ഒരു ഇത് മാത്രം, ആ ഒരു മുഖം മാത്രമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ആ ഒരു ജസ്റ്റ് ആ പുലിയുടെ മുഖം മാത്രമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ പുലിയുടെ മുഖം നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുകയാണ്, സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും കുറച്ചു നേരം നമുക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ, എന്നിട്ട് ഈ താഴോട്ട് ലേശം നിങ്ങൾ എടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതും ലെയർ വേഗം കട്ടടിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ആദ്യത്തെ ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്യാം, വെക്കാം.
ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ മാത്രമായിട്ട് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മളുടെ ഈ ഒരു പുലിന്റെ മുഖം വെക്കണം. സോ അതിനായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പുലിയുടെ മുഖം വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വരും. അപ്പൊ അതില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ എല്ലാ ലെയറും ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു മാസ്ക്, ഈ ഒരു കൈയിന്റെ ഈ ഒരു മാസ്കിലേക്ക് ആ ഒരു പുലിന്റെ മുഖം അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഒരു കൈയിന്റെ മാസ്ക് വിട്ട് പുറത്തേക്ക് പോവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ ലെയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ പുലിയുടെ മുഖത്തിന്റെ ആ ലെയർ എന്താ പറയാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അതായത് ആ കടുവയുടെ കടുവയാണ്, പുലിയല്ല. കടുവേന്റെ മുഖത്തിന്റെ കടുവേല ആ മുഖത്തിന്റെ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൾട്ട് കൺട്രോൾ ജി അടിച്ചാലും വരും. ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പുലിന്റെ ഇത് നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് ഉണ്ടാവും. ഇനി നിങ്ങൾ ആ വലുതാക്കി നോക്കുക. ഇനി നിങ്ങൾ ആ പുലിന്റെ ആ മുഖം ജസ്റ്റ് ഒന്ന് വലുതാക്കി നിൽക്കണ്ട. ആ ഒരു കയ്യിന്റെ ഉള്ളിലാണ് ആ ഒരു സംഭവം വരുള്ളൂ, പുറത്തേക്ക് പോവേ ഇല്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു സംഭവം വെച്ച് കൊടുക്കുക. കറക്റ്റ് ആക്കിയിട്ട് ആ സംഭവം വെച്ച് കൊടുക്കുക. കറക്റ്റ് ആക്കി ആ സംഭവം വെച്ച് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കണം. കണ്ണൊക്കെ കറക്റ്റ് ആയി വരണം. കണ്ണൊക്കെ കറക്റ്റ് വന്നായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിലൊരു രസം തോന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് കണ്ണൊക്കെ കറക്റ്റ് ആക്കി ഇപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ എൻ്റർ അടിക്കുക. അപ്പൊ ഇപ്പുറത്തെ കണ്ണ് നമുക്ക് വേണ്ട, ഈ ഒരു സൈഡിലുള്ള കണ്ണ് മാത്രം മതി. അപ്പൊ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിനു ശേഷം ആ ഫില്ല് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഫില്ല് എന്നുള്ള അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ പറയാ കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പുലിന്റെ ആ ഒരു ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ ഫില്ല് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഒപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഫില്ലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫില്ല് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക, ഒരു 46 ആക്കുക. ആക്കിയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ വെക്കുക. ആക്കിയതിനു ശേഷം നമുക്ക് കണ്ടോ ഈ ഒരു ഒപ്പാസിറ്റി കുറച്ച് കിട്ടുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് കുറച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ആ പുലിന്റെ എന്താ പറയാ രോമം നമ്മുടെ കയ്യിലേക്ക് വരണം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ പറയാ ഈ ഒരു ലെയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലെയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആ 2 ലെയർ ആയിട്ട് കിട്ടിയപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെയർ, അതായത് ഈ ഒരു ലെയർ നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ പുലിന്റെ ആ ഒരു ഇതാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ലെയർ നിങ്ങൾ നല്ലോണം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. രണ്ടാമത്തെ ലെയർ നല്ലോണം ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു രണ്ടാമത്തെ ലെയർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. അല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇത് റബ്ബ് ചെയ്താലും മതി. റബ്ബ് ചെയ്യുക. ഈ ഒരു റേസർ ടൂൾ, ഈ ഒരു റബ്ബ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഇത് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് വലുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പുലിന്റെ രോമം കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു കൈയിന്റെ ആ ഒരു ഭാഗത്തും കൂടി വരുന്നതായിരിക്കും. കണ്ടോ ആ കൈയിന്റെ ഭാഗത്തും കൂടി ഇപ്പൊ നമ്മളുടെ ആ പുലിന്റെ രോമം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. അതിനുശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ലെയറിന്റെ രണ്ടിന്റെയും ഫില്ല് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കണ്ടോ, സോറി, കൺട്രോൾ Z. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വലിയ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം.
അപ്പൊ ഇത്രയാണ് നമ്മുടെ പുലിന്റെ ടെക്സ്ചർ വെക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്ചർ വെച്ച് ഇതുപോലുള്ള ആ ഒരു ഫോട്ടോ പോലെ ഞാനിപ്പോ എന്റെ മുഖത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോയിലുള്ള പോലത്തെ ടെക്സ്ചർ അല്ല നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും ആ ഒരു ഫോട്ടോന്റെ സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഫോട്ടോ നമ്മളിപ്പോ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഫോട്ടോ മുഖം വെച്ചിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.